അപ്പൊ മാറാത്തത് മാറും എന്ന് പറഞ്ഞതിന്റെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടു തുടങ്ങി. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചാക്ക് നിറച്ച് നോട്ടുകെട്ടുമായിട്ട് സെൽഫി എടുത്ത് നിൽക്കുന്ന BJP പ്രവർത്തകനെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്നവരാണ് മലയാളികൾ. അപ്പൊ തിരുവനന്തപുരം നഗരസഭയുടെ ഈ ഗതികേടിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെടുന്നതിന് വേണ്ടി തയ്യാറാവണം. മാധ്യമ പ്രവർത്തകരെ കൂടെ പിരിച്ചുവിടുമ്പോൾ മാത്രമേ ഒരു വേദന ഉണ്ടാവുള്ളൂ. മാധ്യമ പ്രവർത്തകർക്ക് ഈ വകുപ്പ് അനുസരിച്ച് പിരിച്ചുവിടാനുള്ള വകുപ്പുണ്ട്. എന്നാലും ഞങ്ങളന്ന് നിങ്ങളോടുണ്ടാവും, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു ദുരന്ത പ്രദേശങ്ങളെല്ലാം കാണുന്നതിന് വേണ്ടി. അന്ന് നിങ്ങളൊരു അഭിപ്രായങ്ങളെല്ലാം പ്രകടിപ്പിച്ചു. ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി അതിനെ എതിർത്തു. ഞങ്ങൾക്ക് ഈ രണ്ട് യാത്രയ്ക്കും ഞങ്ങൾക്ക് CPM സംബന്ധിച്ചുള്ള ഒരു വിരോധമില്ല. കാരണം മുഖ്യമന്ത്രിമാർക്ക് ഇതേപോലെ യാത്ര ചെയ്യേണ്ടി വരും, അത്യാവശ്യം പോവേണ്ടി വരും, അതിനെക്കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ഒരു നയം, ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് യാത്ര ചെയ്യുമ്പോൾ വേറൊരു നയം, അതൊരു മാധ്യമ പ്രവർത്തനത്തിന് ശരിയായ രീതിയാണ്. അതിനൊക്കെ മറുപടി പറയേണ്ട കാര്യമുണ്ടോ? CPM-കാരും മുൻ മന്ത്രിമാരും കൂടെ ചവറ് തെരുവിൽ കൊണ്ട് വിതറുകയാണെന്ന് മേയർ പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ട കാര്യമുണ്ടോ? മറുപടി പറയേണ്ട കാര്യം ഇല്ലെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. പറഞ്ഞിട്ട് വാർഡ് തലത്തിൽ CPM പ്രവർത്തകരുടെയും LDF പ്രവർത്തകരുടെയും ധർണയും പ്രതിഷേധ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വാർഡുകളിലും. ഈ പ്രതികൂല കാലാവസ്ഥയിൽ പോലും അങ്ങേപ്പോലുള്ള ആൾക്കാർ ഇത് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്ന് നോക്കിയിട്ട് ഒരു പ്രസിഡന്റ് കൊടുക്ക്. ഇന്നിപ്പോ മേയറുടെ വാർഡിലെ ധർണയ്ക്ക് ഞാൻ പോകുന്നുണ്ട്. ഒന്ന് വരുമോ വൈകുന്നേരം? മേയറുടെ വാർഡിൽ പ്രതിഷേധ ധർണയ്ക്ക് ഞാൻ പോകുന്നുണ്ട്. ഒന്ന് വരാൻ സൗകര്യം കിട്ടുമെങ്കിൽ ഒന്ന് വന്നാൽ ഉപകാരം. അതിൽ പ്രധാനപ്പെട്ട ഒരു സമര പോരാട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട സമര പോരാട്ടമാണ്. ഇപ്പോ മീഡിയ തന്നെ ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ പതിപ്പിച്ച് വിവിധങ്ങളായിട്ടുള്ള വാർത്തകൾ മീഡിയ തന്നെ ചെയ്തു വരികയാണ്. നഗരസഭയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തിയ പ്രശ്നങ്ങൾ ഇന്ന് പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ പൊതുസമൂഹം ഏറ്റെടുത്ത സാഹചര്യത്തിലാണ് മീഡിയയും ഈ പറയുന്നതെല്ലാം ശരിയാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ മാലിന്യ പ്രശ്നമാണെങ്കിലും തെരുവുനായയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും അതുപോലെ തന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിലും മഴക്കാലത്ത് വന്നിട്ടുള്ള വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മീഡിയ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലം തിരുവനന്തപുരം നഗരസഭയാണ്. അപ്പോ മാലിന്യവും ചപ്പുചവറും കൂടിക്കിടന്ന് വല്ലാത്ത നിലയിൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വിവിധ ചാനലുകൾ, ഇപ്പോൾ ഏഷ്യാനെറ്റ്, അതുപോലെ തന്നെ മറ്റ് ചാനലുകൾ, വാർത്താ മാധ്യമങ്ങൾ എല്ലാം, വിവിധ മാധ്യമങ്ങളെല്ലാം, എല്ലാത്തിന്റെയും പേര് പറയുന്നില്ല, എല്ലാവരും അവരവർ കഴിയുന്ന കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇന്നലെ VV രാജേഷ് മാധ്യമങ്ങളെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കിപ്പോൾ അവിടെ വന്നാൽ ഈ മാലിന്യം കാണിച്ചു തരാൻ പറ്റുമോ എന്ന ഒരു വെല്ലുവിളിയാണ് നടത്തിയത്. കാരണം ഈ വാർത്ത വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ മാലിന്യം ആ പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്ത് മറ്റൊരു പ്രദേശത്ത് കൊണ്ടുപോയി മാലിന്യം നിക്ഷേപിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പൊ മാറാത്തത് മാറും എന്ന് പറഞ്ഞതിന്റെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടു തുടങ്ങി. അതുപോലെ തന്നെ കാപ്പ കേസിലെ പ്രതിയുമായി ബന്ധപ്പെട്ട സമരം നിരന്തരമായി ഞങ്ങൾ റിലേ സത്യാഗ്രഹം നടത്തി വരികയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചും ഒക്കെയുള്ള ജനകീയമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരരംഗത്തും പ്രക്ഷോഭരംഗത്തുമാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് തിരുവനന്തപുരത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വിഭാഗീയത നിലനിൽക്കുന്നു എന്ന നിലയിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത്. യഥാർത്ഥത്തിൽ അതിനെന്തെങ്കിലും വസ്തുതയുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച ഒരു അന്വേഷണവും അക്കാര്യത്തിൽ നടത്തുന്നില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന രണ്ടു നേതാക്കന്മാർ ദീർഘകാലം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് കടകംപള്ളി, സഖാവ് V. ശിവൻകുട്ടിയും ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏറെക്കാലമായി നടത്തുന്ന
സഖാവാണ്. പിന്നെ DK മുരളി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ആ സഖാവിന്റെയും പ്രവർത്തനങ്ങൾ. അപ്പൊ പൊതുവെ എല്ലാവരും കൂടി യോജിച്ചുള്ള പ്രവർത്തനമാണ് ഈ സമരമുഖങ്ങളിലെല്ലാം ഞങ്ങൾ എടുത്തു വരുന്നത്. പക്ഷെ അതിനെ ഒന്ന് വേറിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് ഒരു മോശപ്പെട്ട പാർട്ടി ലീഡർഷിപ്പിന് ഒരു മോശപ്പെട്ട ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ ഞങ്ങൾ ഈ എല്ലാവരും കൂടി പങ്കെടുത്ത് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിക്കുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വിഴിഞ്ഞത്ത് ഒരു പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ വിഴിഞ്ഞത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാം ദിവസേന വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അദാനിക്കുണ്ടായിരുന്ന ഷെയറിൽ നിന്ന് 49% ഷെയർ MSC കമ്പനിക്ക് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയും കാര്യങ്ങളും നടക്കുകയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയാകട്ടെ അതിനനുകൂലമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഈ വിഴിഞ്ഞം വരുന്ന പ്രദേശത്തെ ഏരിയ കമ്മിറ്റി കോവളം ഏരിയ കമ്മിറ്റിയാണ്. ആ കോവളം ഏരിയ കമ്മിറ്റി അവിടെ ഒരു പ്രാദേശികമായ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ആ പ്രതിഷേധ പരിപാടിയിൽ ശിവൻകുട്ടി സാഹിബിനെ പോലൊരാളെ പങ്കെടുപ്പിച്ചില്ല, അത് വിഭാഗീയതയാണ് എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. യഥാർത്ഥത്തില് ഒരു പ്രാദേശികമായിട്ട് വരുന്നൊരു യോഗങ്ങളിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട നേതാവും പിന്നെ ആ പ്രദേശത്തെ ചുമതലക്കാരായിട്ടുള്ള നേതാക്കന്മാരെയും പങ്കെടുപ്പിച്ചാണ് നടത്തുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആകെ പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന, ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുന്ന പരിപാടികളിൽ നിങ്ങൾക്കറിയാം, പുത്തരിക്കണ്ടം മൈതാനത്തോ മറ്റോ എല്ലാം നടത്തുന്ന പരിപാടികളിൽ എല്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും കൃത്യമായിട്ട് പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ പരിപാടികൾ നടത്തുന്നത്. അപ്പൊ അതിനെല്ലാം ചില നേതാക്കന്മാരെ അടർത്തി മാറ്റി അവര് പ്രത്യേകമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് ചില മാധ്യമങ്ങൾ നടത്തി വരുന്നത്. യഥാർത്ഥത്തിൽ എന്തെങ്കിലും വസ്തുത അതിനകത്തുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച ഒരു പരിശോധനയും നിങ്ങൾ നടത്തുന്നില്ല. എന്നാൽ ഞങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിലായി പിന്നെ പ്രതിപക്ഷത്തായതിനു ശേഷം ഞങ്ങളും ഞങ്ങളുടെ വർഗബഹുജന സംഘടനകളും എല്ലാം നടത്തുന്ന നിരവധിയായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭ പരിപാടികളുമുണ്ട്. അപ്പൊ അതിനെല്ലാം ഒന്ന് പുറകോട്ടടിപ്പിക്കാൻ പറ്റുമോ എന്ന ഒരു ശ്രമം കൂടി ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന, ഒരു ശരിയായിട്ടുള്ള വസ്തുതകൾ മനസ്സിലാക്കാൻ മാധ്യമ സുഹൃത്തുക്കൾക്ക് കഴിയണം. ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് ഒരു പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടുന്ന ഒരു ശ്രമം ബോധപൂർവം എവിടെന്നെങ്കിലും നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ എങ്കിലും അത് ദയവായി അത് ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ കൂടെ കൊടുക്കരുത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ഒരു കാര്യം. ഞങ്ങളിപ്പോൾ ലീഡർമാരെന്നുള്ള നിലയിൽ ഏത് കാര്യവും നിങ്ങൾക്ക് ചോദിക്കുന്നതിന് ഒരു മടിയുമില്ല. ഏത് കാര്യങ്ങളിലും ഒരു സ്പഷ്ടീകരണം, ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് ഒരു ചോദിക്കുന്നതിനോ ഞങ്ങൾക്ക് പറയുന്നതിനോ ഒരു മടിയുമില്ല. പക്ഷേ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ ആകെ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാൻ ഉതകുന്ന തരത്തിലേക്കുള്ള ഏറ്റവും തെറ്റായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ നൽകരുത് എന്നുള്ളതാണ് എന്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. ഞങ്ങളാകെ പറയുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. പിന്നെ ബാക്കി കാര്യങ്ങൾ മറ്റ് നേതാക്കന്മാർ കൂടി സംസാരിക്കും. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കേരളത്തിലെ ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് ആധാരമെന്ന് ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചു. വിഴിഞ്ഞത്തെ അദാനിയുടെ ഓഹരി വിൽപ്പനയിൽ CPM-നും കേരളത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരേ നിലപാട് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിന് സംശയമില്ല. നമ്മുടെ സംസ്ഥാനം നൽകിയ ഭൂമി പണയം വെച്ച് 2700-ഓളം കോടി രൂപ ബാങ്ക് വായ്പ എടുക്കുക,
സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ 3 ഇരട്ടി ചെലവാക്കുക, ആ ബാങ്ക് വായ്പയിലെ ഓഹരി പങ്കാളിത്തത്തിൽ 49% 13,000 കോടിക്ക് വിൽക്കുക. എത്ര വലിയ മിടുക്കന്മാരാണ് ഈ അദാനി സംഘമെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ചെറിയ കണക്ക് തന്നെ നമുക്ക് മനസ്സിലാവും. അദാനിക്ക് കയ്യിൽ നിന്ന് ഒരു പൈസയും ചെലവാക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ അക്കാര്യത്തിൽ വലിയ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്താകമാനെ ഇരമ്പി വരുന്നുണ്ട്. ആ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റേറ്റിന്റെ അഭിമാനമായിട്ടുള്ള കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലം കേരളം ആഗ്രഹിച്ച തലസ്ഥാന നഗരം സ്വപ്നം കണ്ട ഏതാണ്ട് 2 വർഷക്കാലത്തോളം CPM-ന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമരം ചെയ്ത് നേടിയെടുത്ത കേരളത്തിന്റെ തന്നെ ഭാവി വികസനത്തിന്റെ അടിത്തറയായിട്ട് മാറുന്നതായിട്ടുള്ള വിഴിഞ്ഞം പദ്ധതിക്ക് നേരെ വരുന്ന ഏതു ചെറിയ ചലനവും സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യും. അതാണ് കോവളത്തുണ്ടായത്. കോവളം ഏരിയ കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറിയുടെ സമയം കൂടെ മേടിച്ച് അവിടെ ഒരു പ്രതിഷേധ യോഗം നടത്തുന്നുണ്ട്. അതിനുള്ള അവകാശമുണ്ട്. നയപരമായിട്ടുള്ള പ്രശ്നമൊന്നും അതിനകത്തില്ല. അവിടെ ചുമതലക്കാരിയായിട്ടുള്ള സീമയെ പങ്കെടുപ്പിക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് ചുമതലയുണ്ട്, അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഗോവിന്ദ മാഷോടൊപ്പം തന്നെ പുത്തലത്ത് ദിനേശനും ആ പരിപാടിക്ക് പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല, പക്ഷെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതെ, അദ്ദേഹം ആ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഒരു തെറ്റായിട്ട് മോശമായിട്ട് വിഴിഞ്ഞം വിൽപ്പനയുടെ കാര്യത്തിൽ വിഴിഞ്ഞത്തെ ഒരു അന്താരാഷ്ട്ര കോർപ്പറേറ്റിന് വിഴിഞ്ഞത്തെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഈ 49% ഓഹരി പങ്കാളിത്തത്തിൽ തുടങ്ങി ഭാവിയിൽ പല തുറമുഖങ്ങളും ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ കൈവശമാക്കിയതുപോലെ ലോകോത്തരമായിട്ടുള്ള വിഴിഞ്ഞത്തെയും കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കത്തിനെതിരെ ഉയർന്ന ഒരു ചെറിയ പ്രതിഷേധത്തെ അതിലെന്തോ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസമാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമം ഖേദകരമാണ്. അത് ആവർത്തിക്കരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ വാർത്തയ്ക്ക് അടിസ്ഥാനമില്ലെന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും പോവായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമില്ല. ശിവൻകുട്ടിയെ വിളിക്കേണ്ട കാര്യമില്ല, കടകംപള്ളിയെ വിളിക്കേണ്ട കാര്യമില്ല. അത്തരമൊരു സമരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അന്നത് ഗോവിന്ദ മാഷ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതങ്ങനെ നടക്കട്ടെ. വലിയ പ്രക്ഷോഭം ആവശ്യമായിട്ട് വരുന്ന ഘട്ടത്തിൽ അതിൽ ഞങ്ങൾ വിടുന്ന പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ 2 തവണ മനുഷ്യച്ചങ്ങല പിടിച്ചു. ഇവിടെ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നടന്ന സമരത്തിനിടയിൽ 2 തവണ വിഴിഞ്ഞത്ത് നിന്നും രക്തസാക്ഷി മണ്ഡപം വരെ ആയിരക്കണക്കായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചവരാണ് വിഴിഞ്ഞത്തിന് വേണ്ടി. വിഴിഞ്ഞത്തെ നമ്മുടെ സ്റ്റേറ്റിന്റെ താല്പര്യത്തിന് വിരുദ്ധമാക്കി കൊണ്ടുപോകാൻ ഏത് ശ്രമം നടന്നാലും ജീവൻ വെടിഞ്ഞും അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാവും. ഞങ്ങളുടെ പ്രസ്ഥാനം തയ്യാറാവും. അക്കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ട് വിഴിഞ്ഞത്തിന്റെ ഒരു കാര്യത്തിനൊക്കെ പോവുക എന്നൊക്കെ പറയുന്നത് ആരും പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പരാതിയും ഞങ്ങൾക്കില്ല. ഞാൻ അതിന്റെ ആ ദിവസം തന്നെ ശിവൻകുട്ടി അക്കാര്യത്തിലുള്ള തന്റെ നിലപാട് നിങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കിയതാണ്. അതെ, രാത്രി വന്നതാ. രാത്രി അവിടെ വിദ്യാർത്ഥികളുടെ സമരപന്തലിൽ വന്നപ്പോൾ ശിവൻകുട്ടി തന്നെ അക്കാര്യം വളരെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുള്ള. ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുള്ള പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എന്ത് അഭിപ്രായങ്ങളും തുറന്നു പറയാം. അത് ഞങ്ങൾ മടിക്കാറില്ല. പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ മടിക്കാറില്ല. പാർട്ടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം 100% 100% ആത്മാർത്ഥതയോടുകൂടി നടപ്പിലാക്കാൻ ഞങ്ങൾ നിൽക്കും. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ രീതി എന്ന് പറയുന്നത്.
സെക്രട്ടറിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പല പേരുകൾ ഞങ്ങൾ പറയും. അതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ളൊരു കാര്യമാണ്. അതൊന്നും ഒരു പുതുമയുള്ളൊരു കാര്യമല്ല. എല്ലാ കാലത്തും നമ്മുടെ പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടായിട്ടുണ്ട്. ആ ഉൾപാർട്ടി ജനാധിപത്യത്തെ മാനിക്കുന്ന പാർട്ടിയാണ്. ആ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും ഞങ്ങൾ. തീരുമാനമെടുത്തു കഴിഞ്ഞാലോ അത് ഞങ്ങളുടെ എല്ലാവരുടെയും, ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ മുഴുവൻ പാർട്ടി മെമ്പർമാരുടെയും തീരുമാനമാണ്. അത് ഞങ്ങൾ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ലാതെ അംഗീകരിച്ച് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കഴിഞ്ഞ ഏതാണ്ട് 1.5 മാസക്കാലം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ തിരുവനന്തപുരത്ത് നടന്നതായിട്ടുള്ള ഏത് പ്രക്ഷോഭങ്ങളാകട്ടെ, ക്യാമ്പയിനുകളാകട്ടെ, ഏതു കാര്യത്തിലും പാർട്ടി തീരുമാനത്തോടൊപ്പം നിന്ന് പാർട്ടി തീരുമാനം സത്യസന്ധമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആർജവം ഞങ്ങൾ എല്ലാവരും കാണിക്കും. പലപ്പോഴും അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹം ഒറ്റയ്ക്കാണ് എന്നൊരു പ്രതീതി അണികൾക്കിടയിൽ പാർട്ടി അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന അദ്ദേഹത്തോട് ഉണ്ടാകുന്നില്ല അണികൾക്ക് അത് ഒരു അണിക്കും അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അത് അങ്ങേക്ക് മാത്രമുള്ള അഭിപ്രായമാണ്. BJP മാത്രമല്ല, BJPയും കോൺഗ്രസും ഒക്കെ ചേർന്ന് ഞങ്ങളുടെ പാർട്ടിയെ വ്യക്തിപരമായിട്ടും പാർട്ടിയെയും അപമാനിക്കാനും ആക്ഷേപിക്കാനും കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ നവമാധ്യമ സമൂഹം അങ്ങനെയുള്ളതാണ്. ഞങ്ങൾക്ക് അത്രയും പണമൊക്കെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചാക്ക് നിറച്ച് നോട്ടുകെട്ടുമായിട്ട് സെൽഫി എടുത്ത് നിൽക്കുന്ന BJP പ്രവർത്തകനെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്നവരാണ് മലയാളികൾ. തിരുവനന്തപുരത്തൊരു പ്രമുഖ BJP നേതാവുമായിട്ട് കണക്റ്റഡ് ആണത്. എത്ര കോടിയുടെ കണക്കാ പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ സംശയമില്ല. അവര് ആ നിലയിലുള്ള പ്രചാരണമൊക്കെ നടത്തുന്നവരാണ്. ആ പ്രചാരണത്തെ ഞങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ, ഞങ്ങളെ കൊണ്ടാവുന്ന രൂപത്തിൽ, ഇപ്പൊ BJPക്കാർ നടത്തുന്ന പ്രചാരണത്തെ ആ അർത്ഥത്തിലും അളവിലും തന്നെ ചിലപ്പോൾ നേരിടാൻ ഞങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. കാരണം അവര് വൻ തുക ചെലവാക്കി വൻ സന്നാഹത്തോടുകൂടി നടത്തുന്ന പ്രചരണങ്ങളാണ്. അതിന് ഞങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ ഞങ്ങൾ നേരിടുന്നുണ്ട്. ശിവൻകുട്ടിക്കെതിരായിരുന്നാലും മറ്റാർക്കെതിരായിരുന്നാലും അതിനെ നേരിടാൻ എങ്ങനെ കഴിയുമോ ആ രൂപത്തിലൊക്കെ നേരിടാൻ ശ്രമിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയെ ദുർബലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി കുഴപ്പമില്ല. ചില മാധ്യമങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയാണ്. ആ വാർത്ത എല്ലാം അടിസ്ഥാനരഹിതമാണെന്നും വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ CPM ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഈ പത്രസമ്മേളനം വിളിച്ചത്. എത്ര വളരെ ചെറിയ ഒരു ബ്രാഞ്ചിലെ കാര്യങ്ങൾ പോലും പർവ്വതീകരിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ചില മാധ്യമങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലേ? BJPയിൽ ഇവിടെ നോട്ടുകെട്ടിന്റെ കാര്യം പറഞ്ഞില്ല. അതൊക്കെ എത്ര കൗതുകമുള്ള വാർത്തകളാണ്, എത്ര ആവേശകരമായ വാർത്തയാണ് നാട്ടുകാർക്ക്. അതൊന്നും തൊടുന്നില്ല. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര യോഗം തിരുവനന്തപുരത്ത് CPM നടത്തുന്നു, അതിൽ ഏതെല്ലാം യോഗങ്ങളിലാണ് കടകംപള്ളി സുരേന്ദ്രൻ പോകുന്നത്, ശിവൻകുട്ടി പോകുന്നത്, പിന്നെ ജില്ലാ സെക്രട്ടറി പോകുന്നത്. ഞങ്ങള് കൂട്ടായി ആലോചിച്ചിട്ട് ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലൊക്കെ തന്നെ അങ്ങ് പോകും. അതൊന്നും വിഭാഗീയമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമില്ല. ഇന്നിപ്പോ സെക്രട്ടേറിയറ്റിന്റെ അവിടെ 2-3 സമരം നടക്കുന്നുണ്ട്. ഞങ്ങൾ ആരും പോയില്ല. പോയത് സുനിൽകുമാറാണ്. ഇനിയിപ്പോൾ അതും ഒരു വിഭാഗീയമായിട്ട് കാണുമെന്നുള്ളവർ എനിക്കറിയില്ല. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയം അത് നമുക്ക് അംഗീകരിക്കുന്നതിന് വേണ്ടി ഒരു പ്രശ്നമില്ല. ഉദാഹരണം, തിരുവനന്തപുരം കോർപ്പറേഷൻ ചില മാധ്യമങ്ങളിലും വളരെ ഗൗരവമായിട്ട് കാണുന്നുണ്ട്. ഇത്ര ഈ ജനങ്ങൾ വെറുക്കുന്ന ഒരു കോർപ്പറേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. BJPയുടെ ഭരണം വന്നതിന് ശേഷം നഗരസഭ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ല. ചവർ നീക്കം ചെയ്യാൻ നിങ്ങൾ തന്നെ മാധ്യമങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന് ഇവിടെ സൂചിപ്പിച്ചു. ശുദ്ധജല വിതരണം അനക്കമില്ല. തെരുവുകളൊക്കെ കത്തുക, എല്ലാ രാത്രി നടക്കാൻ പറ്റാത്ത രൂപത്തിൽ തെരുവിലെ എല്ലാ ലൈറ്റുകളും അണഞ്ഞിടക്കുക. ഒരു ഇതില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല. ഇതെല്ലാം ഒരു കാപ്പ പ്രതിയുടെ പേരിലാണ് നടക്കുന്നതെന്നുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ തിരുവനന്തപുരം നഗരസഭയുടെ ഈ ഗതികേടിൽ നിന്ന്
ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെടുന്നതിന് വേണ്ടി തയ്യാറാവണം. രണ്ട് വിഷയങ്ങളാണ് ഉള്ളത്. ഒന്ന് കാപ്പ കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇപ്പൊ യഥാർത്ഥത്തിൽ CPM-ന്റെ ഒരു നേതാവാണ്, കൗൺസിലറാണ്, കാപ്പ കേസിൽ പ്രതിയാണെങ്കിൽ എത്ര പേജും എത്ര സമയമായിരിക്കും ചെലവഴിക്കുന്നത്? അതിൽ മാധ്യമങ്ങൾ പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ശക്തമായ അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി വയനാട് സന്ദർശിച്ചല്ലോ. ഓരോ ചാനലിലും കൊടുത്ത സമയമൊക്കെ ഞങ്ങൾക്കറിയാം. മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് അവിടെ സന്ദർശിച്ചപ്പോൾ ഓരോ ചാനലിലും കൊടുത്ത സമയത്തെ സംബന്ധിച്ചോളം ഞങ്ങളതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖ പത്രത്തിന്റെ അകത്തെ ഒറ്റ കോളം ഫോട്ടോയാണത്. ഒരു സിംഗിൾ കോളം ഫോട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രമുഖ പത്രം ഇന്നലെ ഉണ്ടായിട്ടുള്ള ദുരന്ത പ്രദേശം സന്ദർശിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം കൊടുത്തത് അകത്തൊരു പേജിനകത്ത് ഒരു സിംഗിൾ കോളം. എത്ര പക്ഷപാതിത്വരമാണ് ആ കാര്യങ്ങൾ നോക്കുക. ഞങ്ങളതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറയാൻ നിങ്ങളോട് വഴക്കൂടാനൊന്നും വരുന്നില്ല. 800 തൊഴിലാളികളെ പുതിയ ലേബർ കോഡിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്ത് പിരിച്ചുവിട്ടു. മുൻ ലേബർ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പത്രസമ്മേളനം നടത്തി. കേരളത്തിലെയും വലിയ മുത്തശ്ശി പത്രം എന്നൊക്കെ പറഞ്ഞ ഒരു പത്രം ഒരു വാക്ക് കൊടുത്തിട്ടില്ലല്ലോ. മാധ്യമ പ്രവർത്തകരെയും കൂടെ പിരിച്ചുവിടുമ്പോൾ മാത്രമേ ഒരു വേദന ഉണ്ടാവുള്ളൂ മാധ്യമ പ്രവർത്തകർക്ക്. ഈ വകുപ്പ് അനുസരിച്ച് പിരിച്ചുവിടാനുള്ള വകുപ്പുണ്ട്. എന്നാലും ഞങ്ങളന്ന് നിങ്ങളോടുണ്ടാവും, കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്നിപ്പോ കഴിഞ്ഞ LDF ഭരണകാലഘട്ടത്തിൽ രാവിലെ എണീറ്റാൽ ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി മുരളീധരൻ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യമന്ത്രി സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്താവന ഇറക്കിയില്ലെങ്കിൽ അദ്ദേഹത്തിന് അന്നത്തെ ദിവസം കഴിഞ്ഞു പോകാൻ വേണ്ടി പ്രയാസമാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ ആരോഗ്യ മേഖല നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും കൊണ്ട് പന്താടുകയാണ്. ഇന്നിപ്പോ നമ്മുടെ എറണാകുളം നമ്മുടെ നെയ്യാറ്റിൻകര നടന്നിട്ടുള്ള മരണം, രാജേഷിന്റെ മരണം, അത് അവിടുത്തെ സെക്യൂരിറ്റിയിൽ നിൽക്കുന്ന പാവപ്പെട്ട ജീവനക്കാരെ തലയിൽ ചാരിക്കൊണ്ട് മാത്രം മാറാൻ വേണ്ടി പറ്റുമോ? ആ മരണത്തിൽ ആരോഗ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്, ആരോഗ്യ വകുപ്പിന് ഉത്തരവാദിത്വമുണ്ട്. സമഗ്രമായ അന്വേഷണം നടത്തണം. എന്ന് മാത്രമല്ല, കുടുംബത്തെ സഹായിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഈ വാചകടിയും ആൾക്കാരെ കളിയാക്കുന്ന നിലയിലുള്ള പ്രസ്ഥാനങ്ങൾ മതിയാക്കിയിട്ട് മര്യാദയ്ക്കിരുന്ന് ഈ മരുന്നും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്യണം. സ്ഥലം മാറ്റം ആരോഗ്യരംഗത്ത് വലിയ താറുമാറാക്കിയിരിക്കുകയാണ്. ആരോഗ്യ ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യരംഗത്തെ പ്രവർത്തകരെയും തെക്കും വടക്കും നടത്തിയിരിക്കുന്ന സ്ഥലമാറ്റം ആരോഗ്യരംഗത്തെ പ്രവർത്തനത്തെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ഈ വാർത്തകൾക്കൊക്കെ തന്നെ പ്രാധാന്യം കൊടുക്കുക. അവിടെ ഡോക്ടർമാരില്ലായിരുന്നു, അതാണ് പ്രശ്നം. അല്ലാതെ അന്വേഷണം നടത്തുന്നത് സെക്യൂരിറ്റി ജീവനക്കാരെ ഈ വന്ന ആളിനെ ക്യൂവിൽ നിർത്തിയോ ഇല്ലയോ എന്നുള്ള അല്ല അന്വേഷണം നടത്തേണ്ടത്. സമഗ്രമായ ഒരു അന്വേഷണമാണ് അവിടെ നടത്തേണ്ടത്. ഡോക്ടർമാരുണ്ടായിരുന്നോ? എന്തുകൊണ്ട് അയാൾക്ക് സമയത്ത് മരുന്ന് കൊടുത്തില്ല? എന്തുകൊണ്ട് അയാൾ ICU ആവശ്യമായ ക്രമീകരണം നടത്തിയില്ല? ഇത് പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് നമുക്ക് പ്രാധാന്യത്തോടുകൂടി കൊടുക്കേണ്ടെന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരാൾ പറ, ആരാദ്യം പറഞ്ഞു തുടങ്ങിയേ? അല്ല, അതിലെ EP-യുടെ അഭിപ്രായം എന്താണെന്ന് യഥാർത്ഥത്തിൽ വ്യക്തമല്ല. അദ്ദേഹം ഏത് കോണ്ടെക്സ്റ്റിൽ ഏത് കാര്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞതെന്ന്. ഇത് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് മുഴുവൻ അറിയാം. ഈ കച്ചവടത്തിൽ ഈ 49% ഷെയർ വിൽപ്പനയിൽ വൻ തോതിലുള്ള കൊള്ള നടക്കുന്നു എന്നുള്ളത്. അതിനിപ്പോൾ പ്രത്യേകിച്ച് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എല്ലാവർക്കും അറിയാം. ശൈലജ ടീച്ചർ പറഞ്ഞത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ഗവൺമെന്റ് മാറുമ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥരെയെല്ലാം മാറ്റാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേക പ്രശ്നം മുൻ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനു മുമ്പും അദാനിയുടെ ഭാഗത്തു നിന്നും ഈ ദിവ്യായസ് അയ്യരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഉണ്ടായിരുന്നു. അന്ന് നമ്മളത് അനുവദിച്ചില്ല. അവർ നല്ലൊരു ഓഫീസറാണ്, സ്റ്റേറ്റിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തുന്നുണ്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദാനിയുടെ ഭാഗത്തു നിന്ന്, ആ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രപ്പോസൽ നമ്മൾ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് തുടർന്നുള്ള ഒരു കാര്യമാണത്. ഈ രണ്ട് കാര്യങ്ങളെ ഈ നിലയിൽ കാണുന്നതായിരിക്കും നല്ലതെന്ന്. ഒരു കാര്യം നിങ്ങളെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഈ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത്
ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു ദുരന്ത പ്രദേശങ്ങളെല്ലാം കാണുന്നതിന് വേണ്ടി. അത് നിങ്ങളൊരു അഭിപ്രായങ്ങളെല്ലാം പ്രകടിപ്പിച്ചു. ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി അതിനെ എതിർത്തു. ഞങ്ങൾക്ക് ഈ രണ്ട് യാത്രയ്ക്കും ഞങ്ങൾക്ക് CPM സംബന്ധിച്ചുള്ള ഒരു വിരോധമില്ല. കാരണം മുഖ്യമന്ത്രിമാർക്ക് ഇതേപോലെ യാത്ര ചെയ്യേണ്ടി വരും, അത്യാവശ്യം പോവേണ്ടി വരും, അതിനെക്കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ഒരു നയം, ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് യാത്ര ചെയ്യുമ്പോൾ വേറൊരു നയം, അതൊരു മാധ്യമ പ്രവർത്തനത്തിന് ശരിയായ രീതിയാണോ? ശരിയായി. ഈ ജില്ലാസഭയെ മാറ്റിയതില് സംബന്ധിച്ച് ജില്ലാസഭയെ മാറ്റിയത് KK സർക്കാരുകളും ശ്രീലങ്കയും തള്ളി പറയുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ആരോപണം പറയുന്നത് സർക്കാരുകളിലും മാറ്റങ്ങൾ സ്വാഭാവികമാണെന്ന് പറയുന്നത്. അത് ശരിയാണല്ലോ. അതാണല്ലോ ശൈലജ പറഞ്ഞത്. രാകേഷിന്റെ കൂടെ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ അവർ നല്ല ഓഫീസറാണ്, അവരെ മാറ്റേണ്ടിയിരുന്നില്ല എന്നുള്ള സാധാരണ ഒരു കോമൺ ടോക്ക് അത്രയേ ഉള്ളൂ. അവരെ മാറ്റിയത് ബോധപൂർവമായിരിക്കും. അവർ നല്ല ഓഫീസറായിരുന്നു, സ്റ്റേറ്റ് അതോറിറ്റി സംരക്ഷിക്കുന്ന ഒരു ഓഫീസറായിരുന്നു. മാറ്റി ആരെയാ വെച്ചത്? അവിടെയാണ് പ്രശ്നം വന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. രാകേഷ് ദീർഘകാലം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ആ സന്ദർഭത്തിൽ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് സിഇഒയുമായി അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറമുള്ളൊരു കാമൊന്നും അതിനകത്തില്ല. പിണറായി ആരോപണം രാകേഷിന്റെ ആരോപണം ഇന്നത്തെ ദേശമായ നേതൃത്വമുണ്ട്. ആരോപണമല്ല. അവര് നല്ലൊരു ഓഫീസായിരുന്നു, അവരെ മാറ്റേണ്ട കാര്യമില്ല. മാറ്റിയത് ബോധപൂർവമാണ്. അവരുടെ നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങളും അദാനിയുടെ താല്പര്യങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നതിന് മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നുള്ള നമുക്കെല്ലാം അറിയുന്നതായിട്ടുള്ള വസ്തുത പറയുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. രാകേഷ് പറഞ്ഞ ഒരു കോണ്ടക്സ്റ്റ് ഉണ്ടല്ലോ. രാകേഷ് പറഞ്ഞ കോണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞാൽ രാകേഷുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു പ്രവർത്തക എന്നുള്ള നിലയിൽ, ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ അവരെ കുറിച്ച് നല്ലൊരു കാര്യം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. രാജേഷ് പാർലമെന്റ് മെമ്പറായിരുന്നയാളാണ്. രാകേഷ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ദീർഘകാലം പ്രവർത്തിച്ച ഒരാളാണ്. അയാൾക്ക് ഔദ്യോഗിക രംഗത്തും ഇടപെട്ട് പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു ഒപ്പീനിയൻ അല്ല, ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ അഭിപ്രായമല്ല പറഞ്ഞു. ഇല്ല, മുഖ്യമന്ത്രി ഏത് കാര്യത്തിലാണ് ഈ ഭാഷയിലല്ലാതെ സംസാരിക്കുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ ആ ഒരു നിലയിൽ നിന്ന് അദ്ദേഹത്തിന് ഇത്രയും ദിവസത്തിനിടയിൽ മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം എന്തെല്ലാമാണ് വിളിച്ചു പറയുന്നത്? അദ്ദേഹത്തെ പോലെ ഒരാള് മുഖ്യമന്ത്രി സ്ഥാനത്ത് വരുമ്പോൾ നിശ്ചയമായിട്ടും കുറച്ചുകൂടെ ഒരു പക്വതയും അല്ലെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ കുറെ കൂടെ ഒരു ശ്രദ്ധയും എല്ലാം ചെലുത്തേണ്ടതല്ലേ? ഇങ്ങനെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കാണിക്കുന്ന ആവേശത്തോടു കൂടി ഈ ബഹളമൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ? മുഖ്യമന്ത്രി സ്ഥാനം വളരെ പവിത്രവും ശ്രദ്ധേയവുമായിട്ടുള്ള സ്ഥാനമാണ്. ആ സ്ഥാനത്തിനനുസരിച്ച് അദ്ദേഹം സംസാരിക്കണമെന്നേ നമുക്ക് പറയാനുള്ളൂ. ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ സ്റ്റേറ്റിന്റെ താല്പര്യം അവരുണ്ടായിരുന്ന സമയത്ത് സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിൽ മാത്രം അതിനെ കണ്ടാൽ മതി. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ട കാര്യം ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. നമുക്ക് ഇനി ഇതിൽ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞത് ഉപപ്രധാനമാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ രാജേഷിന്റെ മരണമുണ്ടല്ലോ, നെയ്യാറ്റിങ്കര ജനറൽ ഹോസ്പിറ്റലിലെ രാജേഷിന്റെ മരണം, അത് അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അവിടെ സാധാരണഗതിയിൽ 3 മുതൽ 5 വരെ ഡോക്ടർമാര് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ 5 സ്ഥലത്ത് പരിശോധന ഒരേ സമയം നടക്കുമെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്നത് ഒരു സ്ഥലത്ത് മാത്രമാണ്. ഒരു ഡോക്ടർക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിച്ച് അവിടെ എത്തുന്ന രോഗികൾക്ക് പരിശോധന കൊടുക്കാൻ സാധിക്കാതെ വന്നതിന്റെ ഭാഗമായി ഉണ്ടായ ദുരന്തമാണ് യഥാർത്ഥത്തിൽ. ഇത് യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരു കുടുംബത്തെ, ഒരു നാഥനെ നഷ്ടപ്പെടുത്തുന്നതിനിടയാക്കിയിട്ടുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സീരിയസ് ആയിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോഴും CPM സമരം ഈ കാപ്പ കേസിന്റെ മാത്രമുള്ളൂ. ഇപ്പോൾ പത്രങ്ങളടക്കം മാധ്യമങ്ങളൊക്കെ ഇത്തരം വിഷയങ്ങളുണ്ട്. അതിനെതിരെ ഒരു ശക്തമായ വാർത്തകളിൽ ഉണ്ടാകുന്നത് നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. അടുത്ത കാലത്ത് 2 ദിവസങ്ങളിൽ പോലും മേയർ പറഞ്ഞ ഗുരുതര ആരോപണം ഇത് CPM-കാരും വഴിയിൽ ഇഷ്ടപ്പെട്ടു പോയെന്നുള്ളത്. അതിനൊക്കെ മറുപടി പറയേണ്ട കാര്യമുണ്ടോ?
CPM-കാരും മുൻ മന്ത്രിമാരും കൂടെ ചവറ് തെരുവിൽ കൊണ്ട് വിതറുകയാണെന്ന് മേയർ പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ട കാര്യമുണ്ടോ? മറുപടി പറയേണ്ട കാര്യം ഇല്ലെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. പറഞ്ഞിട്ട് വാർഡ് തലത്തിൽ CPM പ്രവർത്തകരുടെയും LDF പ്രവർത്തകരുടെയും ധർണയും പ്രതിഷേധ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വാർഡുകളിലും. ഈ പ്രതികൂല കാലാവസ്ഥയിൽ പോലും അങ്ങേപ്പോലുള്ള ആൾക്കാർ ഇത് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്ന് നോക്കിയിട്ട് ഒരു പ്രസിഡന്റ് കൊടുക്ക്. വെറുതെ അവിടെ മറ്റേ അല്ല അതെ അല്ല അവിടെ പരാജയപ്പെടാനുണ്ടായ കാരണം അതല്ല, മറ്റൊരു കാര്യമാണ്. അവിടെ ഞങ്ങൾ പരാജയപ്പെടാനുണ്ടായ കാരണം അത് വേറൊരു രീതിയാണ്, വേറൊരു കാര്യമാണ്. നമ്മളിപ്പോ അങ്ങനെ അതെ ഒരു മറ്റു ചില കാരണങ്ങളാണ് അതുമായി ബന്ധം. ഇല്ല, ഈ പറഞ്ഞതിലുണ്ടല്ലോ ഒട്ടും വാസ്തവമില്ല. കാരണം ഞങ്ങളാണ് ഈ വിഷയം യഥാർത്ഥത്തിൽ ഈ നഗരത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോ ഞങ്ങൾ 101 വാർഡുകളിലും ഞങ്ങളുടേതായിട്ടുള്ള വൈകുന്നേരങ്ങളിലെ സായാഹ്ന ധർണ നടക്കുകയാണ്. 20-ാം തീയതി മുതൽ വാഹന പ്രചരണ ജാഥ നടത്താൻ വേണ്ടി പോവുക. പിന്നെ മേയർ പറയുന്നത് മുഖ്യമന്ത്രിക്ക് പഠിക്കുകയാണ്. ഇവിടെ ഈ നഗരത്തിൽ CCTV ഇല്ലാത്ത പ്രദേശം നിങ്ങൾ പറയാം. ഏതെങ്കിലും CPM-ന്റെ നേതാക്കന്മാർ ചവറുവാരി കൊണ്ടിട്ടിട്ടാണ് അത് ചെയ്യുന്നത്? എന്തടിസ്ഥാനത്തിലാണ്, എന്തർത്ഥത്തിലാണ് അയാളത് പറയുന്നത്? രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒരാളെ ഇപ്പോ നിങ്ങളെ തന്നെ വെച്ചാല് പിന്നെ എന്ത് പറയും, പണ്ടിങ്ങനെ ആയിരുന്നു എന്ന് പറയില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 500 ടൺ ചവറും CPM കൊണ്ടുകൂടെയാണോ? 500 ടൺ ചവറും എരുമക്കുഴിയൊക്കെ ഇപ്പൊ ഞങ്ങൾ വൃത്തിയാക്കിയ സ്ഥലം ഇപ്പൊ എങ്ങനെ കിടക്കുന്നു? ഇന്നിപ്പോ മേയറുടെ വാർഡിലെ ധർണയ്ക്ക് ഞാൻ പോകുന്നുണ്ട്. ഒന്ന് വരുമോ വൈകുന്നേരം? മേയറുടെ വാർഡിൽ പ്രതിഷേധ ധർണയ്ക്ക് ഞാൻ പോകുന്നുണ്ട്. ഒന്ന് വരാൻ സൗകര്യം കിട്ടുമെങ്കിൽ ഒന്ന് വന്നാൽ ഉപകാരം. ഞാൻ കേശവാസത്തും പോകുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഇവിടെ കേരളത്തിൽ അവരൊരു സ്വയം ഓഫീസറേക്ക് വെച്ചേക്കാം. കേന്ദ്ര ഫണ്ട് ഇവിടെ എത്തുന്നില്ല, പകരം ഒരു സംവിധാനം. അത് ഗുജറാത്തിൽ തടയായിരിക്കും എത്താത്തത്. അല്ല വേറെ ഞങ്ങൾ എന്ത് ചെയ്ത് എനിക്ക് തോന്നുന്നു നിങ്ങളായിട്ടാണ് അത് കുഴപ്പത്തിലാക്കിയെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ഈ വാർത്ത ചോർത്തി പുറത്ത് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഏതാനും BJP-യുടെ നേതാക്കന്മാര് അവര് തന്നെ പിടിച്ച് ജയിലാക്കിയത്. ഇപ്പൊ അവരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം BJP-ക്ക് വന്നിരിക്കുക. അവരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ BJP-യുടെ നേതൃത്വത്തിന് വന്നിരിക്കുകയാണ്. കാര്യം നിങ്ങൾ 1-2 പേര് ഈ വാർത്ത കൊടുത്തോടുകൂടി അതല്ലെന്ന് സ്ഥാപിക്കാനായിട്ട് അവർക്ക് ഉത്തരവാദിത്വം വന്നില്ല. ചെറിയ പൈസയുടെ കാര്യമാണ് പറയുന്നത്. 15 കോടി 20 കോടി എന്നൊക്കെയാണ് പറയുന്നത്. ഒരുത്തൻ ഇങ്ങനെ ചാക്ക് തുറന്നു വെച്ചിട്ട് നിന്ന് സെൽഫി എടുക്കുകയാണ്. ഇതെല്ലാം ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്. ഈ കടലിനടിയിൽ കിടക്കുന്നതായിട്ടുള്ള മലയെന്ന് പറയുന്നത് വളരെ വലുതാണ്, കോടാനുകോടിയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ വിജയത്തിന്റെ എല്ലാം പിന്നെ ആധാരം ജനങ്ങൾ വന്ന് സ്വമേധയാ വോട്ട് ചെയ്തിട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലേ അല്ല. ഇത് തന്നെയാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. പണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതാണ് പ്രശ്നം. BJP-യുടെ പണത്തിൽ അധിഷ്ഠിതമാണ്. നമുക്ക് എത്ര ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടി പറ്റും ഇവിടെ. ശരി, അവസാനിപ്പിക്കാം അല്ലേ? യെസ്.